ആദ്യം തന്നെ മലയാള മനോരമ എടുത്താൽ നെഞ്ച് പൊള്ളിയ മരണമൊഴി എന്നാണ് അവരുടെ ഒന്നാമത്തെ ഹെഡ്ലൈൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടില്ലെന്ന് പറഞ്ഞ് സുഹൃത്തിന് സന്ദേശമയച്ചയാൾ ഹൃദയം നിലച്ച് മരിച്ചു. ആ കുടുംബം പൊട്ടിക്കരയുന്ന വാർത്ത അവർ ഇന്ന് രാവിലെയും പ്രതികരിക്കുന്നുണ്ട്. നമുക്കടക്കം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 5 ദിവസം കഴിയുമ്പോഴും ചികിത്സ കിട്ടിയില്ലെന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. ഈ വാർത്തയെ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്നതാക്കിയത് മരിക്കുന്നതിന് മുമ്പ് ഈ രോഗി വേണു അയച്ച ഒരു ശബ്ദ സന്ദേശമാണ്. അതാണ് നമ്മുടെ മനസ്സിൽ വന്ന് കൊണ്ടത്. മരണം മുന്നിൽ കണ്ട് ജീവൻ രക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്ന ആ വാർത്തയുടെ വളരെ വിശദമായ റിപ്പോർട്ട് ഒന്നാമത്തെ പേജിൽ വളരെ വിശാലമായി തന്നെ മനോരമ നൽകിയിരിക്കുന്നു. നായയ്ക്കുള്ള പരിഗണന പോലുമില്ല, മുഴുവൻ കൈക്കൂലി മാത്രം എന്ന് പറഞ്ഞ് ആ സംസാരത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അതേപോലെ നൽകിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ കൈക്കൂലി മാത്രമാണ്. എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി തരില്ല. യൂണിഫോം ഇട്ടവരോട് കാര്യം ചോദിച്ചാൽ നായയെ നോക്കുന്നത് പോലും നോക്കില്ല എന്ന് തുടങ്ങി വേണുവിൻ്റെ വാക്കുകൾ അവസാനമായി പറഞ്ഞു, മക്കളെ നോക്കണേ എന്ന് തുടങ്ങിയ ആ വാർത്തയുടെ മുഴുവൻ വിശദാംശങ്ങളും മനോരമ നൽകിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്താനുള്ള ശാരീരിക നില ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ആൻജിയോഗ്രാം ടെസ്റ്റ് എടുക്കാനുള്ള ശാരീരിക നില ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. കൂടുതൽ അന്വേഷണത്തിലേതായാലും കാര്യങ്ങൾ വെളിവാകട്ടെ. ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരും. എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ഒരു മനുഷ്യൻ വിലപിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്ന അവസ്ഥ ദയനീയമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണ്. അതിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ കടുത്ത നടപടികൾ തന്നെ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് മനോരമ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. രണ്ടാമതൊരു വാർത്ത, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ്. നമ്മളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാമത്തെ പ്രതിയാണ് KS ബൈജു എന്നുള്ള വാർത്തയുണ്ട്. അതിൻ്റെ താഴെ ശബരിമല ശ്രീകോവിലിൻ്റെ പഴയ വാതിൽ അളവ് നോക്കാൻ ഇളക്കിയത് 3 തവണ എന്ന പുതിയൊരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നു. പഴയ വാതിൽ സൂക്ഷിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ ചുമതലയുണ്ടായിരുന്ന സ്റ്റോർ റൂമിലാണ് എന്നാണ് ആ വാർത്ത. അതായത് ഈ വളരെ ദിവ്യത്വത്തോടെ കണക്കാക്കുന്ന ഇത്ര വലിയ മൂല്യമുള്ള സ്വർണം പൊതിഞ്ഞ ഈ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിയും വാതിലുമൊക്കെ ഇളക്കി മുരാരി ബാബു അദ്ദേഹത്തിൻ്റെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു എന്ന വിവരം ഇതാദ്യമായി പുറത്തു വരുന്നു. പഴയ വാതിൽ 3 തവണ ഇളക്കിയെടുത്ത് അളവെടുത്തതായി ശില്പി ഗുരുവായൂർ സ്വദേശി എളവള്ളി നന്ദൻ മൊഴി നൽകി എന്നുള്ള വാർത്തയും അതിനൊപ്പമുണ്ട്. മറ്റൊരു വാർത്ത, ആളുകൾക്ക് കൗതുകമുള്ള താല്പര്യമുള്ള ഒരു വാർത്ത 13ാം പേജിലുണ്ട്. വൈദ്യുതി കണക്ഷൻ നിരക്ക് പരിഷ്കരണം വരികയാണല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ പരിഗണനയ്ക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ. അതിനോട് അനുബന്ധിച്ചുള്ളൊരു വാർത്ത, പോസ്റ്റിനടുത്ത് വീടെങ്കിൽ പൊള്ളും, ദൂരമേറിയാൽ നേട്ടം. അത് കൗതുകരമാണ്. അതായത് പോസ്റ്റിനടുത്താണ് മനോരമയുടെ വാർത്ത. ആ വാർത്ത ഇങ്ങനെയാണ് അതിൽ വന്നിരിക്കുന്നത്. പോസ്റ്റിനടുത്താണ് വീടെങ്കിൽ ചാർജ് കുറവും, ദൂരമേറിയാൽ നേട്ടവുമാണെന്ന്. അതെങ്ങനെയാണ്? പുതിയതായി നിർമ്മിക്കുന്ന വീടിനടുത്ത് പോസ്റ്റ് ഉള്ളതിനാൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കേണ്ടാത്ത ഉപയോക്താക്കൾക്ക് വീട്ടിലെ കണക്റ്റഡ് റോൾ എത്ര കിലോവാട്ടാണോ ഏതാണ്ട് അത്രയും മടങ്ങ് ഉയർന്ന ഫീസ് നൽകേണ്ടി വരും. പോസ്റ്റ് സ്ഥാപിക്കുന്നതിൻ്റെ പണം കൊടുക്കേണ്ടതില്ല, പക്ഷേ പോസ്റ്റ് എത്ര ദൂരത്താണോ അത്രയും മടങ്ങ് ഉയർന്ന ഫീസ് നൽകേണ്ടി വരുമെന്നാണ് വാർത്ത. ഉദാഹരണത്തിന് 5 കിലോവാട്ടാണ് കണക്റ്റഡ് ലോഡെങ്കിൽ നിലവിലെ ഫീസിൻ്റെ നിലവിലെ ഫീസിൻ്റെ ഏതാണ്ട് 5 മടങ്ങ് ഉയർന്ന ഫീസ് കണക്ഷന് വേണ്ടി ചിലവിടേണ്ടി വരും. പുതിയ പോസ്റ്റ് വേണ്ടവർക്ക് പോസ്റ്റിൻ്റെ നിരക്ക് ഒഴിവാകുമെന്നതിനാലാണ് ചിലവ് കുറയുന്നത് എന്ന വാർത്ത. പിന്നെ ആ വൈദ്യുതി കണക്ഷൻ നിരക്ക് പരിഷ്കരണത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ പൂട്ടിക്കിട്ടി എന്ന വാർത്തയാണ്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനും ഒക്കെ നടക്കുന്നത്. അതടക്കം തടയാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ വോട്ടർ പട്ടികയിലെ പേരുകളുടെ ആവർത്തനം കണ്ടെത്തി തടയാൻ 2008 മുതൽ നടപ്പാക്കി വന്ന ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നേയില്ല. 2022 അവസാനം വാർഷിക വോട്ടർ പട്ടിക പുതുക്കലിലാണ്, അതായത് സ്പെഷ്യൽ സമ്മറി റിവിഷൻ്റെ സമയത്താണ് ഇത് ഉപയോഗിച്ചത്. 2023 പട്ടിക പുതുക്കിയപ്പോൾ രാജ്യവ്യാപകമായി 3 കോടിയോളം വ്യാജ പേരുകൾ ഒഴിവാക്കിയെന്നാണ് കമ്മീഷൻ്റെ കണക്ക്. ഒരേ ഫോട്ടോ ആവർത്തിക്കുന്നതും ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി എത്തുന്നതും തടയാൻ ഈ സോഫ്റ്റ്വെയർ ഉപകരിക്കും. ഈ സോഫ്റ്റ്വെയർ പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ബ്രസീലിയൻ യുവതി എന്ത് ഭ്രാന്താണിത് എന്ന് പറഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ വന്ന ആ യുവതിയുടെ പരാമർശവുമുണ്ട്. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്ത് ഭ്രാന്താണിത്? പ്രതികരണവുമായി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിലൂടെ ഇന്ത്യയിൽ വൈറലായ ബ്രസീലിലെ ബൈലോ ഹൊറിസോണ്ടയിലെ സലൂൺ ഉടമയാണിവർ. ലാരിസ നെറിയുടെ
ഫോട്ടോ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഈ ലാരിസ എന്ന പേരുള്ള ബ്രസീൽ മോഡൽമാർ ഒന്നിലേറെ പേരുണ്ട്. ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവരുടെയൊക്കെ ഫോട്ടോകൾക്ക് താഴെ ഇന്ത്യക്കാരുടെ പരിഹാസ കമൻറ്റുകളും അതേപോലെ വിമർശന കമൻറ്റുകളും ഒക്കെ തുടരുകയാണെന്നുള്ള വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത, മന്ത്രിസഭ പറഞ്ഞിട്ടും DA കുടിശ്ശിക നൽകിയില്ല എന്നാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% ക്ഷാമബത്ത അനുവദിച്ച് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിലൂടെ മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചെന്ന് വിലയിരുത്തൽ. അതായത് 2023 ജനുവരി മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ ക്ഷാമബത്ത അനുവദിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ ധനവകുപ്പിൻ്റെ ഉത്തരവിൽ വന്നതോ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA നിരക്ക് നിലവിലുള്ള 18% നിന്ന് 22% ഉയർത്തി. അതായത് 4% കൂട്ടിയെന്ന് മാത്രം സൂചിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ 33 മാസത്തെ കുടിശ്ശിക മന്ത്രിസഭ നിർദ്ദേശിച്ചിട്ടും തീരുമാനമെടുത്തിട്ടും ഉത്തരവിലൂടെ നിഷേധിക്കപ്പെടുകയാണെന്നാണ് മാതൃഭൂമി പറയുന്നത്. മാതൃഭൂമിയുടെ അടുത്ത ഒന്നാം പേജിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ദേവസ്വം ഭരണം ഇനി CPIM പാർട്ടി നേരിട്ടാണ്. ശബരിമല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി നേതൃതലത്തിലുള്ളവരെ പരിഗണിക്കാനാണ് ഇനി CPIM തീരുമാനം. വെള്ളിയാഴ്ച ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും നിയമിക്കേണ്ടെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. വളരെ കൗതുകകരമായിട്ടുള്ള അറിയേണ്ട വാർത്തയാണ്. അറസ്റ്റ് ചെയ്യാൻ ഇനി ആരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും കാരണം എഴുതി നൽകണം. അറസ്റ്റിനുള്ള കാരണം എഴുതി നൽകണമെന്നുള്ള വ്യവസ്ഥ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നിർബന്ധമാക്കി സുപ്രീം കോടതി. അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാരണം എഴുതി നൽകണം. അല്ലാത്ത പക്ഷം അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും നിയമവിരുദ്ധമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് സുപ്രധാന വിധിയിൽ വ്യക്തമാക്കിയെന്ന് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ JNUവിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യത്തിന് ഉജ്ജ്വല വിജയമെന്ന വാർത്തയാണ് അവർ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. തലക്കെട്ടിന് ദേശാഭിമാനി ബാനർഹെഡിന് തൊട്ട് താഴെ മുഴുവൻ സീറ്റിലും സഖ്യത്തിന് വിജയം. കഴിഞ്ഞ വർഷം ABVPക്കായിരുന്നു വിജയം. അത് ഇത്തവണ സഖ്യമായി മത്സരിച്ച് ഇടതു സഖ്യം തിരിച്ചു പിടിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റായി മലയാളിയായ K ഗോപിക ബാബുവാണ്. കാവ്യവൽക്കരണത്തിനെതിരായ വിദ്യാർത്ഥികളുടെ മറുപടിയാണിതെന്നും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം ABVPയിൽ നിന്നും തിരിച്ചു പിടിച്ചു എന്നുള്ള വാർത്ത. ഇതിൻ്റെ ഉള്ളിൽ വിശദമായി SFI സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷം എന്നതടക്കം അതിൻ്റെ ഉപവാർത്തകളും ദേശാഭിമാനി വിശദമായി നൽകിയിട്ടുണ്ട്. ഹിന്ദു എടുത്താൽ റെക്കോർഡ് 64, അതായത് 64.66% ബീഹാറിലെ ആദ്യഘട്ടത്തിൽ പോളിംഗ് നിരക്ക്. അതോടൊപ്പം തന്നെ സെൻട്രൽ സൈസ് റൈറ്റ് ടു വോട്ട് ഡിഫറൻറ്റ് ഫ്രം ഫ്രീഡം ഓഫ് വോട്ടിംഗ് ഒരു സുപ്രധാന അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച വാർത്തയാണ്. സെൻട്രൽ ഹാസ് ആർഗ്യൂഡ് ഇൻ ദ സുപ്രീം കോർട്ട് ദാറ്റ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ആൻ ഇലക്ഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം ഫ്രീഡം ഓഫ് വോട്ടിംഗ്. അതായത് റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് വോട്ടിംഗ് അതായത് വോട്ടിനുള്ള അവകാശം, ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ടാണെന്നുള്ളൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. റൈറ്റ് ടു വോട്ട് ഈസ് ഓൺലി എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. അതേസമയം ഫ്രീഡം ഓഫ് വോട്ടിംഗ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1) കീഴിൽ വരും. അതായത് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തന്നെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഫ്രീഡം ഓഫ് വോട്ടിംഗ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സുപ്രധാന വാർത്ത. വീക്ഷണം ഒന്നാം പേജിൽ കൊള്ളക്കാരുടെ കാലാവധി നീട്ടില്ല എന്നാണ് അവരുടെ ഒന്നാമത്തെ വാർത്ത. അതായത് നേരത്തെ PS പ്രശാന്തിൻ്റെ കാലാവധി നീട്ടില്ല എന്ന വാർത്തയാണ് വളരെ പ്രകോപനപരം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു ഹെഡ്ലൈനായി വീക്ഷണം കൊടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കൈപൊള്ളി സർക്കാർ, ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി നീട്ടില്ല, പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭ മുന്നറിയിപ്പിൽ CPIM അയഞ്ഞു എന്ന വാർത്തയാണ് ഒന്നാമത്തെ വാർത്തയായി വീക്ഷണം നൽകിയിരിക്കുന്നത്. കേരള കൗമുദി എടുത്താൽ അതിലൊരു കൗതുക വാർത്തയുണ്ട്. കൗതുക വാർത്തയല്ല, അതൊരു ക്രൈം വാർത്തയാണ്. പക്ഷേ അതിൽ വലിയ കൗതുകമുണ്ട്. 25 വർഷത്തിന് ശേഷം ഒരു ട്യൂഷൻ മാസ്റ്ററെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ്. അതായത് 2 വിവാഹം കഴിച്ച് മതം മാറി പാസ്റ്ററായി ഒളിവിൽ കഴിയുകയായിരുന്നു ചെന്നൈയിൽ ഇദ്ദേഹം. 25 വർഷത്തിന് ശേഷമാണ് പിടിയിലായത്. 14 വയസ്സുള്ള പട്ടികജാതി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ തിരുവനന്തപുരം നീറമൺകര സ്വദേശി മുത്തുകുമാർ 49 വയസ്സാണ് അറസ്റ്റിലായത്. 2021 സംഭവം. കുട്ടിയുടെ ട്യൂഷൻ മാസ്റ്ററായിരുന്നു. 25 വർഷത്തിന് ശേഷവും ഈ പീഡകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് 25 വർഷം എടുത്തു എന്നുള്ളത് വേറെ കാര്യം.
കാര്യം. മറ്റൊരു വാർത്ത 4-ാമത്തെ പേജിൽ തൊട്ട് മുമ്പ് നമ്മൾ ലാരിസയെക്കുറിച്ച് പറഞ്ഞല്ലോ. ലാരിസ ബ്രസീലിയൻ മോഡൽ ആണെന്നാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇത് മോഡലല്ല, ഹെയർ ഡ്രസ്സറാണ്. ഒരു ഹെയർ ഡ്രസ്സിംഗ് സലൂൺ നടത്തുന്നയാളാണ് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. കേരളകൗമുദി അത് കൊടുത്തിരിക്കുന്നു. സിറ്റിയും സീമയും അല്ല, അത് ഞാനാണ്. ലാരിസ നേരി ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ യുവതി സോഷ്യൽ മീഡിയയിലൂടെ സ്വയമേ രംഗത്തെത്തി. പക്ഷേ രാഹുൽ പരാമർശിച്ചതുപോലെ ബ്രസീലിയൻ മോഡലല്ല ലാരിസ. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറും ബ്രസീലിലെ ഹെയർ ഡ്രസ്സറുമാണ്. ഇതൊരു സുഹൃത്തിനെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോയാണെന്നടക്കം ഈ ഹെയർ ഡ്രസ്സർ പറയുന്നു. അങ്ങനെ ബ്രസീലിലെവിടെയോ ഒരു ഹെയർ ഡ്രസ്സർ വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോ ഇന്ത്യയിൽ 21 വോട്ടുകൾ ചെയ്യാൻ, കള്ള വോട്ടുകൾ ചെയ്യാൻ ഉപയോഗിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നോക്കി പുച്ഛിക്കുകയാണ്. ദീപിക എടുത്താൽ അവഗണന തുടർന്നാൽ പ്രത്യക്ഷ സമരമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ വാർത്ത. അതായത് വിമോചന സമരത്തിനും മടിക്കില്ല എന്ന മട്ടിലൊക്കെയാണ് ഇന്നലെ ഈ വാർത്ത പുറത്തേക്ക് വന്നത്. സഭയ്ക്കൊപ്പം അതായത് ഭാരതീയ സഭ എന്ന നിലയിൽ കത്തോലിക്ക സഭ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണ്. അവഗണന തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതമാകും. BCCI പ്രസിഡന്റും തൃശ്ശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നു. 9-ന് നടക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. സഭയ്ക്കൊപ്പം നിൽക്കുന്നവരെ പിന്തുണയ്ക്കും എന്നും അദ്ദേഹം പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല, സമുദായത്തെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്ന പതിവ് സാമുദായിക നേതൃത്വങ്ങളുടെ പല്ലവി അദ്ദേഹം ആവർത്തിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിനോട് ഇക്കാര്യം പഠിച്ച് നിലപാടെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല, സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർക്കൊപ്പം നിൽക്കും. അവഗണന തുറന്നാൽ പ്രത്യക്ഷ സമരമെന്നും ഒപ്പം സഭയ്ക്കൊപ്പം നിൽക്കുന്നവരെ സഹായിച്ച് പിന്തുണയ്ക്കുമെന്നും ഒക്കെ കൂടി പറയുമ്പോൾ അത് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നടന്ന ആക്രമണത്തിൻ്റെ ഒരു ഉപവാർത്ത ഇന്ന് മംഗളത്തിൻ്റെ 1-ാമത്തെ പേജിലുണ്ട്. ചുവപ്പ് ഷർട്ടുകാരൻ രക്ഷകനെ തേടി റെയിൽവേ പോലീസ്. വർക്കലയിൽ ട്രെയിനിലെ ആക്രമണത്തിൽ പ്രതിയെ കീഴടക്കിയ ചുവപ്പ് ഷർട്ടുകാരനെ തേടി പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിന് വ്യാപക പ്രചാരണം നടത്തുന്നു. പരിക്കേറ്റിയ ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെ രക്ഷപ്പെടുത്തിയതും ഇയാളാണ്. കേസിലെ പ്രധാന സാക്ഷിയായി അദ്ദേഹം വരും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആദരിക്കേണ്ടതുണ്ട്, ഉപഹാരം നൽകേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ദേശാഭിമാനിയുടെ ഉള്ളിലെ മറ്റൊരു വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അതൊരു സ്പോർട്സ് വാർത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ വിദേശ പരീക്ഷണം നടക്കുന്നു എന്ന വാർത്തയാണ്. ഫുട്ബോളിൽ പുതിയ അധ്യായം പിറക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വേരുകളുള്ള വിദേശ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള തീരുമാനവുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ആദ്യഘട്ടമായി ഓസ്ട്രേലിയൻ വിങ്ങർ റിയാൻ വില്യംസിനെയും ബൊളീവിയൻ ലീഗിൽ കളിക്കുന്ന പ്രതിരോധക്കാരൻ അബ്നീത് ഭാട്ടിയെയും ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും, ഇന്ത്യൻ വംശജരാണ്, പക്ഷേ ഇവർ രണ്ടുപേരും ഒരാൾ കളിക്കുന്നത് ബൊളീവിയൻ ലീഗിലും മറ്റൊരാൾ കളിക്കുന്നത് ഓസ്ട്രേലിയൻ ലീഗിലുമാണ്. അവരെ ഇന്ത്യൻ പൗരത്വം നൽകി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടുപേരുടെയും ചിത്രമുണ്ട്. പതാക പുതച്ച് നിൽക്കുന്ന ഇന്ത്യൻ പൗരത്വം ലഭിച്ച റിയാൻ വില്യംസ് ദേശീയ പതാകയുമായി നിൽക്കുന്ന ചിത്രം. ഒപ്പം അബ്നീത് ഭാട്ടി പ്രതിഭാധനരായ കളിക്കാരെ, മറ്റ് ലീഗുകളിൽ കളിക്കുന്ന, മറ്റ് രാജ്യത്തിൻ്റെ ലീഗുകളിൽ കളിക്കുന്ന കളിക്കാരെ, ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരെ നമ്മൾ ഇന്ത്യൻ പൗരത്വം കൊടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. വിദേശങ്ങളിലൊക്കെയും ക്രിക്കറ്റിലൊക്കെ പ്രത്യേകിച്ചും ഈ വിവിധ രാജ്യങ്ങളുടെ ദേശീയ ടീമുകൾക്ക് വേണ്ടി കളിച്ചവരുടെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ നില ഇന്ത്യൻ തീരുമാനം ഇന്ത്യൻ ഫുട്ബോളിനെ മെച്ചപ്പെടുത്തുമെങ്കിൽ അത് നല്ലതിനാകട്ടെ. ഇതൊക്കെയാണ് പ്രധാനമായും ഓടിച്ചു പോയാൽ ഇന്ന് നമ്മുടെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. സേതു.